ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ചു നോക്കിയാലോ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രദവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം തിരുവചനമാണ് ഇത്. നമുക്ക് നോക്കിയാൽ എന്താണെന്ന്. ഉത്ഥാനം ചെയ്ത യേശു തൻ്റെ ശിഷ്യപ്രമുഖനായ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ പുത്രനായ ശിമോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാവർത്തി ചോദിച്ച ഈ ചോദ്യത്തിനുള്ള പത്രോസിൻ്റെ മറുപടി, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. മറ്റാരെയേക്കാൾ അധികമായി തന്നെ സ്നേഹിക്കുന്ന ഈ ശിഷ്യനെ യേശു ഭാരമേൽക്കുന്ന ദൗത്യം എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നതാണ്. കത്തോലിക്ക സഭയുടെ മുഖമുദ്ര തന്നെ ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. സകല ജനപദങ്ങളും എല്ലാറ്റിനുപരി ദൈവത്തെ സ്നേഹിക്കുന്നതിനാണ് അധികം സ്നേഹിക്കുന്നവനെ തലവനാക്കിക്കൊണ്ട് തിരുസഭ സ്ഥാപിച്ചത്. ഓക്കെ, താങ്ക് യു.